ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ലാസ്റ്റ് ഈദിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീക്കെൻഡാണ്, അപ്പോൾ ഒരു വീക്കെൻഡ് വ്ളോഗ് എടുക്കാമെന്നുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണ്. അത് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോർമൽ നമ്മളൊരു മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ട് ജസ്റ്റ് ഒരു മസാല ഗ്രേവി ഉണ്ടാക്കുന്നത്. അതിൽ ഉള്ളി, തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കറിവേപ്പിലയും കുറച്ച് മല്ലിയില ഇട്ടിട്ട്, പിന്നെ നമ്മളിവിടെ കോസ്കോന്ന് വാങ്ങിച്ച ക്രാബാണ് കേട്ടോ. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്, ഹാഫ് കുക്ക്ഡ് ആണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യും. അതൊന്ന് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കും കേട്ടോ. തേങ്ങാപ്പാൽ വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഞാൻ ഇത് തേങ്ങാപ്പാൽ ഇല്ലാതെ മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് തേങ്ങാപ്പാൽ വെച്ച് കുറച്ച് തേങ്ങാപ്പാൽ മതി, ഒരു 2 ടേബിൾ സ്പൂൺ എങ്ങാനും മതി. അത് വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഗ്രേവിക്ക് പൊറോട്ടൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയാണ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സെമിയുടെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ സെമി ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ലഞ്ചിന് ഇതാണ് കേട്ടോ, പൊറോട്ടയും ക്രാബ് കറിയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഒരു ബ്രൗണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം ടാനിക്ക് ഞങ്ങൾ സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ രണ്ടുപേരും കൂടിയും ഓർഡർ ചെയ്ത് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും സാധനം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതാ കളറ്? ഇത് ഏത് കളറാ താനിയ? നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിന് ഹെൽമെറ്റും ഇതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ടാന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ബാഗിൽ ഇടണേ. പറഞ്ഞിട്ടില്ലല്ലോ. എവിടെ വെക്കണതാ? ഇവിടെയാണോ? കാലിലാണ് ഇനു. ഞങ്ങൾക്ക് ഒരു കാലേ പറ്റുള്ളൂ. 2 കാലം ഫുള്ള് ചെയ്യണ്ടല്ലോ. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് സ്കൂട്ടറിങ് റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ എനിക്ക് തോന്നി ഇനി ഉണ്ടല്ലോ ഇവിടെ, അവൾക്കും ടാനിക്കൊരു ബ്രൗണി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇത് ഞാൻ മുന്നേ ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ തവണ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് നിങ്ങൾക്കും കാണിച്ചു തരണം എന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഇതിലോട്ട് 3 എഗ്ഗാണ് എടുക്കുന്നത്. അത് ഓരോ തവണയായിട്ട് ബീറ്റ് ചെയ്യണം, ഒരുമിച്ച് ബീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് മൈദയും കൊക്കോ പൗഡറും എടുക്കുന്നുണ്ട്. മൈദ എന്ന് പറഞ്ഞാൽ നമ്മൾ 3/4 കപ്പാണ് എടുക്കുന്നത്. പിന്നെ കൊക്കോ പൗഡർ ഒരു 1/4 കപ്പും. അതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യുന്നവരേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇത്രേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പൗഡർ ഷുഗർ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബ്രൗൺ ഷുഗർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ഞാൻ എടുക്കുന്നത് 1 കപ്പാണ്. പിന്നെ വാനില എസൻസും. വേറെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ 250 ഗ്രാം പിന്നെ ബട്ടറാണ്. ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ഇതിലോട്ട് ആവശ്യമില്ല കേട്ടോ. ഇത്ര വരുന്നുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം.
ആ ടൈമിൽ ഞങ്ങൾക്ക് വാൾമാർട്ട് പോകാനുണ്ടായിരുന്നു. നമ്മൾ ഈദിന് ടാനിക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, 2 കൂട്ടം എടുത്തിരുന്നു, ഒരു ഷർട്ട് എടുത്തിരുന്നു. അപ്പോൾ ആ ഷർട്ട് വീട്ടിലെത്തിയപ്പോൾ അവൻ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഈദൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമുക്ക് പോയി ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ വാൾമാർട്ട് പോവാണേ. ഇവിടെ കുട്ടികളുടെ സെക്ഷനിൽ വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സുകൾ കാണാം കേട്ടോ. ഗേൾസിൻ്റെ ഡ്രസ്സാണ് അധികം ഉള്ളത്. ഞാനിവിടെ വാൾമാർട്ടിൽ വന്നിട്ട് ഇതുവരെ ടാനിക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്തോ നമ്മൾ വാൾമാർട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. അപ്പോൾ നല്ലൊരു ഡ്രസ്സ് കണ്ടപ്പോൾ എടുത്താണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതൊന്ന് മാറ്റിക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. ടാനിക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടേ? മുട്ടായി. ഇവിടെ ലേഡീസിൻ്റെ ഡ്രസ്സ് നല്ല ഭംഗിയുള്ളത് കാണുന്നുണ്ട് കേട്ടോ. ടോപ്സ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ബേബി സെക്ഷൻ വരുന്നത്. ടാനിക്ക് ഞാൻ ഈ സമ്മർ ഡ്രസ്സ് നോക്കിയിട്ടോ. പക്ഷേ ഏതായാലും സമ്മറിൻ്റെ ഡ്രസ്സ് അവന് ഒരുപാടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സൊക്കെ അവന് കുറേ ഇടാനുണ്ട്. അതൊക്കെ ഇനി നെക്സ്റ്റ് ഇയറൊക്കെ പാകാവും തോന്നുള്ളൂ. അപ്പോൾ ഞാൻ അവന് ഏതായാലും ഒരു പാൻറ് എടുത്തു കേട്ടോ. അത് നല്ല സെയിലിൽ ഇവിടെ കണ്ടപ്പോൾ അവന് പാൻറ്റാണ് അധികം ഇല്ലാത്തത്, അപ്പോൾ അതെടുത്തു. ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ അവന് ഇതിനെടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇത് അവനിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതേപോലെ വേറൊരു ഷെയ്ഡ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. വേറൊന്നും നല്ല ഡ്രസ്സ് അവിടെ കണ്ടില്ല. അപ്പോൾ അവനിട്ട് കൊടുത്തപ്പോഴും വലിയ കുഴപ്പമില്ല, ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ ഫിക്സ് ചെയ്തു. ഇനി നേരെ വീട്ടിൽ പോവാണ്. പോകുന്ന വഴിക്ക് ഇതാ ഈ ഒരു ഏരിയ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും എടുത്തില്ല. ഇനു ജസ്റ്റ് ഒരു റിങ് എടുത്തു കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ല മെബലിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ പല ഷെയ്ഡും കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മെറി ഉണ്ട്, അവളുടെ അടുത്ത് നല്ല ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവളുടെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് പിന്നെ വന്ന് വാങ്ങിച്ചോളാം വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ ടാനിക്ക് ബ്രൗണി കൊടുക്കുകയാണ് കേട്ടോ. ടാനിനും കൂടി ബ്രൗണി വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ ബ്രൗണിയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ കഴിക്കട്ടെ. അപ്പോൾ വേറെ എന്തൊക്കെയാണ്? അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ഇഷ്ടമായോ?